ദിവസത്തിൻ്റെ ഭൂരിഭാഗം സമയവും പഠനത്തിനായിട്ട് തന്നെയാണ് മാറ്റിവെക്കുന്നത്. ഒരു ഹെക്റ്റിക്കായിട്ടുള്ളൊരു എക്സാം ആയതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എല്ലാ ദിവസവും ഒരേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു എയിമിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടത്തിനിടയിൽ ഒന്ന് നിൽക്കാൻ തീരുമാനിച്ചു. വിശ്രമവേളയിൽ ഉള്ളിലെ ആഗ്രഹം പല നിറത്തിലുള്ള കലാരൂപങ്ങളായി. എൻ്റെ നാട് തൃശ്ശൂരാണ്, ഇരിങ്ങാലക്കുടയിലാണ് വീട്. ഞാൻ UPSCയുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് വന്നത്. ഞാൻ സ്ട്രെസ്ഫുള്ളായിരിക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളതും അത് ചെയ്യുന്നതിലൂടെ ഒരു ഓക്കെ ആവുക, അല്ലെങ്കിൽ നമ്മളൊന്ന് ഹീൽ ചെയ്യാമെന്ന് പറയുമല്ലോ, ആർട്ട് ഹീൽസ് എന്നാണല്ലോ. അങ്ങനെ ഒരു ഹീലിങ്ങിന് എന്നെ സഹായിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വരയാണ്. എൻ്റെ സുഹൃത്ത് ഒരിക്കൽ അവളുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എന്നോടൊരു മാല ഉണ്ടാക്കി തരാൻ പറയുകയും അത് ചെയ്ത് എൻ്റെ ഫ്രണ്ട് മീരയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം നല്ല രസമുണ്ടല്ലോ, ഒത്തിരി നല്ല ഫീഡ്ബാക്സ് കിട്ടി കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം. സ്വന്തം സൃഷ്ടികൾ സ്വയം ദേഹത്തണിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞു ഇതൊരു തുടക്കം മാത്രമാണെന്ന്. അങ്ങനെ തൃശ്ശൂർക്കാരി ഉദ്യോഗാർത്ഥി സംരംഭകയായി. സ്വയം അടയാളങ്ങൾ പതിപ്പിച്ചു. ആഭരണങ്ങൾ പല മുഖങ്ങളിൽ ചിരിവിടർത്തി. എന്ത് പേരിടണം എന്നുള്ളൊരാലോചനയിൽ എൻ്റെ ചേച്ചിയാണ് ഉർവി എന്ന് പറയുന്ന പേര് സജസ്റ്റ് ചെയ്യുന്നത്. എൻ്റേതായ രീതിയിലൊരു വരുമാനം കണ്ടെത്താനും ഇതൊരു കൂട്ടായ്മയിലേക്ക്, ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വളർത്തിക്കൊണ്ടുവരിക, UPSC ആസ്പിരൻസ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യുക. ഉർവി ബൈ ഗംഗ എന്നാണ് ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉർവി ടെറാക്കോട്ട ജ്വല്ലറി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിം പോലെ ആക്കിയത്. 2 വർഷമായി പഠനവും കലയും ഒന്നുപോലെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തീർച്ചയായിട്ടും ലക്ഷ്യത്തിലെത്തി കഴിഞ്ഞാലും മണ്ണൊപ്പം കാണും. അക്ഷരങ്ങളും നിറങ്ങളും ചേർത്ത് പിടിച്ച് തിരുവനന്തപുരം വഞ്ചിയൂരിലെ ഹോസ്റ്റൽ വരാന്തയിൽ ഗംഗയിരിപ്പുണ്ട്. അടുത്ത് പുസ്തകങ്ങളുണ്ട്, തൊട്ടിപ്പുറത്ത് മനോഹരമായ കലാസൃഷ്ടികളും. ലക്ഷ്യത്തിലേക്കുള്ള വലിയ യാത്രയാണ്, അതിനിടയിലുള്ള അനിവാര്യമായ ഇടവേളയും. ആ ഇടവേളകൾ മനോഹരമായ നിറങ്ങളും രൂപങ്ങളും കൊണ്ട് നിറയുകയാണ്. ബിജു VS-നൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥ് തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. രാഹുലെ, പഠിക്കുന്നത് സിവിൽ സർവീസ് ആണ്. നമ്മുടെയൊക്കെ മനസ്സിലെന്താ, ആഹാരമൊക്കെ ഒന്ന് കഴിക്കാൻ എഴുന്നേറ്റാലായി അമ്മാതിരി പുസ്തകത്തിന് തലയും കുത്തിയിരുന്ന് പഠിത്തമായിരിക്കും. അങ്ങനെയാണ് പലരുടെയും മനസ്സിലുള്ളത്. പക്ഷെ ഇത് പഠനവുമുണ്ട്, അതോടൊപ്പം കയ്യിൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണല്ലേ. സ്വന്തമായിട്ടൊരു കല കയ്യിലുണ്ട്, അതും ഒത്തുചേർന്ന് പോവുകയാണ്. സ്വന്തമായിട്ടൊരു ബ്രാൻഡിന് ഉടമയാണ്. അത് തന്നെയാണ് കാരണം. ഒരു ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ അതിതീവ്രമായി നടന്നു പോകുന്നത് നമുക്ക് കഥ കേൾക്കുമ്പോൾ പ്രചോദനമാണ്. പക്ഷേ അങ്ങനെ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോഴും സാധ്യമായ കഥകളെല്ലാം വഴി തുറന്നിട്ടിട്ട് പിന്നീട് എപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ആ വഴിയും കയറി പോകാമല്ലോ എന്ന് ചിന്തിക്കുന്ന യാത്ര എത്രമാത്രം മനോഹരമാണെന്നാണ് ഗംഗ ഇവിടെ കാണിക്കുന്നത്. കാരണം ഇപ്പോൾ പോയി സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞതുപോലെ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂർ പഠിച്ചു എന്നാണ് ആദ്യം നമ്മൾ ചോദിക്കുക. ഇവിടെ ഞാൻ ഇന്ന് പഠിക്കാൻ എനിക്ക് പറ്റിയില്ല, പക്ഷേ ഞാൻ ഈ മാലയുണ്ടാക്കി, കമ്മലുണ്ടാക്കി എന്ന് പറയുമ്പോൾ ഗംഗയുടെ മുഖത്തുള്ള സന്തോഷം അത് നാളത്തേക്ക് പഠിക്കാനുള്ള ഊർജ്ജമായി ഗംഗ സൂക്ഷിക്കുകയാണ്. എന്തായാലും ഈ സ്റ്റോറി പോയപ്പോൾ പൂജ എന്നോട് പറഞ്ഞു എന്ത് രസമായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് തിരക്കുകയും ചെയ്തു. അപ്പോൾ ഇത് തന്നെയാണ് ഗംഗ ഉദ്ദേശിക്കുന്നതും. ഒരു പാഠം പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു സൃഷ്ടി കണ്ട് ആളുകൾ നിരന്തരം എന്താ പറയുക, ഒരു പ്രചോദനം ആകുക, ഫീഡ്ബാക്ക് തരിക എന്ന് പറയുന്നത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത് ആ യാത്രയ്ക്ക് ഇന്ധനമാകുമെന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ പഠിക്കണമെന്ന് പറഞ്ഞാണ് വരുന്നത്. അവിടെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി ഇപ്പോൾ ഒരു സംരംഭകയായി, ഒരു ബ്രാൻഡ് ആയി മാറുകയാണ്. അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് എത്തി ഈ കഥ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിന് സന്തോഷം ഞാൻ ആദ്യം പങ്കുവെക്കുകയാണ്. പിന്നെ പൂജ സൂചിപ്പിച്ചതുപോലെ കൊള്ളാമെങ്കിൽ ഈ ആളുകളെല്ലാം ഓടി വന്നെത്തും, ഇത് വലിയ ബ്രാൻഡായി മാറും എന്നുള്ളത് തന്നെയാണ്. ഇത് 2 വഴി മുന്നിലുണ്ട്. സിവിൽ സർവീസിൻ്റെ വഴിയുണ്ട്, സംരംഭക എന്ന വഴിയുമുണ്ട്. 2 വഴിയുടെ നടുക്കൂടെ നടക്കുകയാണ്. രണ്ടും ചെയ്യുകയാണ്. പഠിക്കുകയും ചെയ്യുന്നുണ്ട്, ഈ കലാസൃഷ്ടിയും നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും
ഏറ്റവും ഒടുവിൽ ഈ കടന്നു പോകുമ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ആഭരണങ്ങളിട്ട കുറേ പേരെ കാണാം, പഠിച്ച പാഠങ്ങളും ബാക്കി ഉണ്ടാകുമെന്നുള്ളതാണ് ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മനോഹാരിത. തീർച്ചയായിട്ടും ഇപ്പോൾ രണ്ടിനിടയിൽ കൂടി പോവുകയാണ്. എന്തായാലും സിവിൽ സർവീസ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ. അപ്പോഴും പറയുന്നുണ്ട് തന്റെ ആ ഒരു കഴിവിനെ കൈവിടില്ല എന്നുള്ളത്, ലക്ഷ്യത്തിലേക്ക് എത്തിയാലും കഴിവിനെ കൈവിടില്ല എന്നുള്ളത് പറയുന്നത്. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം മനോഹരമായിരുന്നു കേട്ടോ, ഉണ്ടാക്കുന്ന എല്ലാം മാലയും കമ്മലും ഒക്കെ പ്രത്യേകം ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉർവി എന്ന് ഇൻസ്റ്റഗ്രാമിലൊക്കെ സെർച്ച് ചെയ്താൽ ആ ഒരു പേര് കിട്ടുകയൊക്കെ ചെയ്യും. ഞങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. സത്യ രാഹുൽ, ഞാൻ ഫോളോ ചെയ്തായിരുന്നു കേട്ടോ. എന്തായാലും വളരെ സന്തോഷം. ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ. ആശംസകളെല്ലാം നേരുന്നു. ശരി രാഹുൽ.